ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കാണുന്നത് സോളാ ടോളിംഗ് നാണിയുടെ സീസൺ 1 10ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ ഒരു ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ ലൈക്ക് കൂടി ചെയ്യുക. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നൈറ്റ് ഓഫ് ബ്ലഡ് ഓത്തിൻ്റെ കമാൻഡർ കിറിറ്റോയോട് ഒരു കാര്യം പറയാണ്. അതായത് അവർ രണ്ടുപേരും ഇനി ഫൈറ്റ് ചെയ്യാൻ പോവാണ്. സോ അതിൽ വിജയിക്കുന്ന ആൾ അസുനെ തിരഞ്ഞെടുക്കും, അതായത് അസുനെ പ്രൊട്ടക്റ്റ് ചെയ്യും. സോ അയാളാണ് ജയിക്കുന്നുണ്ടെങ്കിൽ കിറിറ്റോ ഇനി അവരുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യണം. അതല്ല കിറിറ്റോ ആണ് വിജയിക്കുന്നുണ്ടെങ്കിൽ അസുനക്ക് ആ ടീമിൽ നിന്ന് പുറത്തേക്ക് വന്ന് കിറിറ്റോയുടെ കൂടെ പോവാം. സോ ഈ മത്സരത്തിന് കിറിറ്റോ സമ്മതിക്കുന്നു. അങ്ങനെ പിന്നെ കാണുന്നത് ആസുന കിറിറ്റോയെ നല്ലപോലെ വായിക്കുമെന്നാണ്. കാരണം കമാൻഡർ ആണെങ്കിൽ വളരെ പവർഫുൾ ആണ്. അതുപോലെ തന്നെ കിറിറ്റോയെ പോലെ ഒരു ഡുവൽ സ്കില്ലുണ്ട്. സോ ആളുടെ ഡുവൽ സ്കില്ല് ഷീൽഡും അതുപോലെ തന്നെ സോഡാണ്. അതുപോലെ കിറിറ്റോക്ക് സോഡും, അതായത് 2 സോഡ് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ കാണുന്നത് അവരുടെ ആ മാച്ച് സ്റ്റാർട്ടാവാണ്. അങ്ങനെ കിറിറ്റോ അയാളുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെ അവരുടെ ഫൈറ്റ് അവിടെ സ്റ്റാർട്ടാവാണ്. കിറിറ്റോ അവന് 2 വാൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയാളുടെ ഷീൽഡും അതുപോലെ തന്നെ സോഡും എടുക്കുകയാണ്. അങ്ങനെ കിറിറ്റോ നല്ലപോലെ വാങ്ങുന്നുണ്ട്. അതുപോലെ കിറിറ്റോ പറ്റുന്നിടത്തോളം ആൾക്ക് അടിച്ച് തിരിച്ചു കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറേയധികം കാണികൾ അവിടെ ചുറ്റോടെ നിൽക്കുന്നുണ്ട്. സോ അവരൊക്കെ കമാൻഡറിന് സപ്പോർട്ടായിരിക്കും, കാരണം ആൾ ഭയങ്കര പവർഫുള്ളാണ്. അങ്ങനെ കിറിറ്റോക്ക് ഒരു ടൈം കിട്ടുകയാണ്. അതും ഇയാൾ അടിച്ചാൽ തോക്കുന്നു ഉറപ്പായിരിക്കും. പക്ഷേ ആ ടൈമിന് കമാൻഡർ അവനെ അടിച്ചിട്ടാണ്. അങ്ങനെ കമാൻഡർ ആ ഫൈറ്റിൽ വിജയിക്കുകയാണ്. സോ കിറിറ്റോ ഇനി മുതൽ ആ ഒരു ടീമിൽ ജോയിൻ ചെയ്യണം. അങ്ങനെ അവന് പുതിയൊരു യൂണിഫോമും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ്. സോ അവനാണെങ്കിൽ ഇത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ കിറിറ്റോ അവനെന്തുകൊണ്ടാണ് ഗിൽഡിലും കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നുള്ള കാര്യം പറയുകയാണ്. ആദ്യം അവനൊരു ചെറിയ ഗിൽഡ് ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ സാച്ചിയുടെയൊക്കെ ഗിൽഡ്. അവരെ നഷ്ടപ്പെട്ട പോലെ ഇനി മറ്റാരും നഷ്ടപ്പെടരുത് എന്ന പോലെയാണ് അവന് ഒരു ഗിൽഡിലും ചേരാതിരുന്നതെന്ന് പറയാണ്. അങ്ങനെ പിന്നീട് ഒരാൾ കിറിറ്റോയെ പ്രാക്ടീസിന് വേണ്ടി വിളിക്കുന്നു. സോ കിറിറ്റോ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ കിറിറ്റോ അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ആസുനയുടെ ആദ്യത്തെ ബോഡി ഗാർഡായിരുന്നു അത്. സോ കിറിറ്റോയും ഇനി അയാളും കൂടെ എന്തോ മിഷൻ ചെയ്യണം എന്നൊക്കെ ഈ ഗാർഡ് അവരോട് പറയാണ്. കിറിറ്റോ അതിന് ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ടെലിപ്പോർട്ടിംഗ് ലിസ്റ്റിലൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കാണുന്നത് അവർ രണ്ടുപേരും മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാണ് ആ ഗാർഡ്. അങ്ങനെ അവർക്ക് 2 പേർക്കുള്ള ഫുഡ് അയാൾ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കിറിറ്റോക്ക് ആസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. അങ്ങനെ അവൻ ആ വെള്ളം കുടിച്ചതും അവിടെ മയങ്ങുകയാണ്, കാരണം അതിൽ പോയിസൺ ഉണ്ടായിരുന്നു. സോ ആ ഗാർഡും അതുപോലെ കിറിറ്റോയും അവിടെ വീണിരിക്കുകയാണ്, കാരണം ആസനയുടെ ആ ബോഡി ഗാർഡ് അതിൽ പോയിസൺ ചേർത്തിരുന്നു. സോ കിറിറ്റോയുടെ ടെലിപ്പോർട്ടിംഗ് ലിസ്റ്റിൽ അവൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവനൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ആ ബോഡി ഗാർഡ് ആ കമാൻഡറിനെ തന്നെ കൊല്ലാണ്. ആ ബോഡി ഗാർഡ് അവൻ്റെ സോഡ് വെച്ച് നല്ലപോലെ തന്നെ അടിച്ച് അവൻ്റെ HP നല്ലപോലെ കുറച്ച് അങ്ങനെ അവസാനം കമാൻഡർ അവിടെ മരണപ്പെട്ടു പോവാണ്. സോ കിറിറ്റോക്കാണെങ്കിൽ ഇതൊന്നും റിയലൈസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ആ ബോഡി ഗാർഡ് അവൻ്റെ അടുത്തുള്ള ഒരു എക്സ്മാർ കാണിച്ചു കൊടുക്കണം, അതായത് അവൻ മറ്റൊരു ഗിൽഡിലുണ്ടായിരുന്നു, അതും വളരെ ക്രൂവലായിട്ടുള്ളൊരു ഗിൽഡിൽ. അങ്ങനെ ആ ബോഡി ഗാർഡ് നേരെ വന്ന് കിറിറ്റോയുടെ കയ്യിലും കാലിലൊക്കെ ആ സോഡ് കുത്തിയിറക്കാണ്. അങ്ങനെ നല്ലപോലെ തന്നെ കിറിറ്റോൻ്റെ HP കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കിറിറ്റോക്കും സാച്ചിയും ബാക്കിയുള്ളവർക്ക് മരിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ അവസാനത്തെ HP ആകുന്ന സമയത്ത് അവൻ ആ സോഡ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അതിന് പറ്റുന്നില്ല. അങ്ങനെ ആ സമയത്ത് ആ ഗാർഡ് അവിടെ തെറിച്ച് പോവാണ്. സോ അങ്ങോട്ടേക്ക് ആസുന വരികയാണ്. അങ്ങനെ കിറിറ്റോയുടെ HP കാര്യങ്ങളൊക്കെ ഫുള്ളാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ആ ബോഡി ഗാർഡ് അവിടെ നിന്ന് എണീക്കുകയാണ്. അങ്ങനെ ആസുന നേരെ അവളുടെ സോഡ് കൊടുത്ത് അവൻ അടിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരായിട്ട് നല്ല ഫൈറ്റ് ഉണ്ടാണെങ്കിലും ആസുന അവിടെ ജയിക്കുകയാണ്. എന്നാൽ അതൊരു ചതിയായതുകൊണ്ട് തന്നെ ആ ബോഡി ഗാർഡ് അവിടെ നിന്ന് എണീക്കുകയാണ്. സോ ആ സമയത്ത് ആസിനെ അടിക്കാൻ വരുമ്പോൾ കിറിറ്റോ അവൻ്റെ കൈ അവിടെ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ കിറിറ്റോ അവൻ്റെ പവേഴ്സ് ഉപയോഗിച്ച് അയാളെ അവിടെ തീർക്കുകയാണ്. അതുപോലെ കിറിറ്റോയുടെ ആ കൈയും അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. സോ ആസിന് വന്ന് അവൻ്റെ കൈ നോക്കുന്ന സമയത്ത് അവിടെ അവന് കൈയില്ല. സോ ആസിന് അവിടെ കിടന്ന് കരയാണ്, കാരണം അവൾ വിചാരിക്കുന്നത് അവൾ കാരാണ് സംഭവിച്ചതെന്നുള്ളതാണ്. അങ്ങനെ കിറിറ്റോ ചോദിക്കാണ്, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യട്ടേന്ന്. സോ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. സോ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം 24 ദിവസം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഇനി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.